ഇതാണ് നമ്മുടെ ബ്രൗണിയുടെ ഫൈനൽ സ്റ്റേജ്. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രൗണിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പൊടിച്ച പഞ്ചസാര ഒരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പം മുട്ടയും ഈ പഞ്ചസാരയും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വാനില എസൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ടീസ്പൂണോളം വാനില എസൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണല്ല കേട്ടോ, ടേബിൾ സ്പൂൺ. പിന്നെ അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഡാർക്ക് കോമ്പൗണ്ട്, മെലോൻ്റെ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിലോട്ട് നമ്മൾ ബട്ടർ ഒരു 1/4 കപ്പ് ബട്ടറും ആഡ് ചെയ്തിട്ട് അത് രണ്ടും കൂടെ മൈക്രോവേവ് ചെയ്യാം. അതിന് മുന്നേ ഇത് മൈക്രോവേവിൽ വെച്ചു, പക്ഷേ ക്ലിപ്പിങ്ങിൽ ജസ്റ്റ് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ചോക്ലേറ്റും ആ ഒരു ബട്ടറും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് മെൽട്ടാകുമ്പോഴത്തേനും അതൊന്ന് പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ നമുക്കത് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പം ഇത് രണ്ടും കൂടെ ഒന്ന് ബ്ലെൻഡാക്കി എടുക്കാൻ പോവാണ്. പിന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് മൈദ, നമ്മൾ ആ അടിച്ചു വെച്ചിരിക്കുന്ന ആ മിശ്രിതത്തിലോട്ട് നമ്മളൊരു 1.25 കപ്പ് മൈദ എടുത്തിട്ട് ഒരു നുള്ള് സോൾട്ടും ആഡ് ചെയ്ത്, പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡർ വേണം. അപ്പം ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും പിന്നെ കൊക്കോ പൗഡർ എടുക്കണം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, അതൊരു 1/2 ടീസ്പൂണൊക്കെ മതിയായിരിക്കും. 1/2 to 1 ടീസ്പൂണോളം എടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമ്മൾ കമ്പൈൻ ചെയ്ത് കൊടുക്കണം. അപ്പം ഈ സീവിലാവുകൊണ്ട് നമുക്ക് ഈസിലി നമുക്കിത് സിഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ നന്നായിട്ട് അതൊന്ന് ബാക്കിയുള്ളതും കൂടെ ഫുൾ പൊടി തട്ടി അതിനകത്തോട്ട് എടുക്കുവാണ്. എന്നിട്ട് ഈ ബാറ്ററും എഗ്ഗിൻ്റെ ബാറ്ററും ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. എന്നിട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റും ബട്ടറും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അത് രണ്ടും കൂടെ നന്നായിട്ട് കമ്പൈൻ ചെയ്യാം. ഇപ്പം കമ്പൈൻ ചെയ്തിട്ട് നന്നായിട്ട് രണ്ടും കൂടെ നന്നായിട്ട് കമ്പൈൻ ആവണേ. അപ്പം കട്ടകളൊന്നും ഇല്ലാണ്ട് നമ്മൾ മാക്സിമം ഫ്രീ ആക്കിയിട്ട് വെക്കണം. പിന്നെ ബ്രൗണി നമ്മൾ ഇത് പാത്രം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തോട്ട് ജസ്റ്റ് ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ബ്രൗണി ആകുമ്പോഴത്തേനും അധികം വരണ്ട് ആ ടൈപ്പ് ടെക്സ്ചറാണല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പം കേക്ക് പോലെ അത്ര ഫ്ലഫി ആവുമൊന്നും വേണ്ടല്ലോ. അപ്പം അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ബാറ്റർ സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബേക്കിംഗ് പൗഡറൊക്കെ ഭയങ്കര കുറഞ്ഞ അളവിൽ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഓവൻ നമ്മളൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വച്ചിട്ടുണ്ട്. അതിന് മുന്നേ തന്നെ ഒരു 10 മിനിറ്റോളം ഏകദേശം 180 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പം ഈ ബേക്കിംഗ് ട്രേയിൽ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഈവനാക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് എയർ ബബിൾസ് പോകാൻ വേണ്ടി മാത്രം ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്ത ഓവനിലോട്ട് നമുക്ക് ഈ ബേക്കിംഗ് ട്രേ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളത് അതിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അപ്പോൾ നമ്മൾ ഓവൻ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കൺവെക്ഷൻ മോഡിലോട്ട് ഇട്ടിട്ട് നമ്മൾ ഏകദേശം എനിക്കൊരു 40 മിനിറ്റ്സൊക്കെ എടുത്തു ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. കുറച്ചധികം ടൈം എടുത്തിട്ടുണ്ട്. ഞാൻ 20 മിനിറ്റ്സാണ് സെറ്റ് ചെയ്തത്, പക്ഷേ അതിനകത്ത് ഉള്ളിലായിട്ടുണ്ടായിരുന്നില്ല, ഫുള്ളി വെന്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് നേരം വെച്ചിട്ട് അത് പൊന്തി വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്, അതായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. പിന്നെ നമ്മൾ ആക്ച്വലി ഇത് സെറ്റായിട്ടുണ്ടായിരുന്നു, ഒരു 40 മിനിറ്റ്സ് എന്തോ എടുത്തു. അപ്പോൾ സെറ്റായിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് അതിൻ്റെ പുറത്തൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രൗണി റെഡിയായി കഴിഞ്ഞു. നമ്മൾ ഐസ്ക്രീം വെച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് അതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്രൗണി വിത്ത് ഐസ്ക്രീം ഈസ് റെഡി. സോ നമ്മുടെ മിഷൻ അക്കംപ്ലിഷ്ഡ്. താങ്ക് യു.